ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ ട്രംപിന് മുന്നിൽ മുട്ടുമടക്കേണ്ട, മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു സെലൻസ്കിക്ക്. പിന്നെ എന്തിനായിരുന്നു ഇത്രയധികം വീര്യം ലോകത്തിന് മുന്നിൽ പ്രകടമാക്കിയതെന്നാണ്, ഈ നാടകം എന്തിനായിരുന്നു എന്നാണ് പലരും ഇന്ന് ഉക്രൈൻ നേതാവിനോട് ചോദിക്കുന്നത്. അങ്ങനെ റഷ്യ പുടിൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരുതിയിൽ വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സമാനമായി ഉക്രൈൻ എടുത്ത നിലപാട് പോലെ ട്രംപ് ആദ്യം ചോദിച്ചതുപോലെ വിലയ്ക്ക് വാങ്ങുന്ന നടപടിയിലേക്ക് അടക്കം കടങ്ങാനുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഉക്രൈനുമായിട്ടുള്ള എല്ലാ സൈനിക സഹായങ്ങളും അമേരിക്ക നിർത്തിവെച്ചുവെന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി. ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വലിയ വാക്കുതർക്കമുണ്ടായത്, അത് ഏറ്റവും ഒടുവിൽ പിണക്കത്തിൽ കലാശിച്ചത്, ഇതൊക്കെ തന്നെ അതിൻ്റെ പരിണിതഫലം അന്നേ നോക്കിക്കണ്ടതാണ്. പിറകെ ഉക്രൈനും സെലൻസ്കിക്കും മുട്ടുപടക്കേണ്ട സാഹചര്യമുണ്ടായി. ഉക്രൈനിലുള്ള ആയുധ സഹായത്തിൽ അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് അവരുടെ പ്രതിരോധ കോട്ടയിലെ ആക്രമണശേഷിയിലെ ഏറ്റവും വലിയൊരു കരുത്തനെ തന്നെയാണ് കിട്ടാതെ പോകുന്നത്. നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പറഞ്ഞ ഹിമാർസ് മിസൈൽ, അത്യാധുനിക നവീന സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയിട്ടുള്ള അമേരിക്കൻ കരുത്തൻ. അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ജോ ബൈഡനാണ് 70 കോടിയുടെ $US ആയുധ സഹായത്തിലൂടെ ഹിമാർസിനെ ഉക്രൈന് കൊടുത്തു തുടങ്ങിയത്. അതോടുകൂടി റഷ്യ ചെറിയ തോതിലെങ്കിലും പരിങ്ങലിലായിരുന്നു. മാനുവലി ലോഡ് ചെയ്യുന്ന ആക്രമണകാരികളായിട്ടുള്ള മിസൈലുകളേക്കാൾ ഓട്ടോമാറ്റിക് ലോഡ് ചെയ്ത് ആക്രമണം കടുപ്പിക്കാൻ കഴിയുന്ന 10 മടങ്ങ് ശേഷിയുള്ള മിസൈൽ സാങ്കേതിക വിദ്യ ഉക്രൈന് കിട്ടിയതോടെയാണ് യുദ്ധത്തിലൊരു മേൽക്കൈയുണ്ടായത്. M142 ഹൈ മൊബിലിറ്റി ആർട്ടിലറി മൊബിലിറ്റി റോക്ക് സിസ്റ്റം എന്നതാണ് ഹിമാർസ് മിസൈലുകളുടെ പൂർണ്ണരൂപം. ഇതേപോലെയുള്ള ആയുധങ്ങൾ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കുന്നത്? എങ്ങനെയാണ് റഷ്യയെ ഭയപ്പെടുത്താൻ സാധിക്കുന്നത്? ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഉക്രൈൻ തോറ്റ് തുന്നം പാടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് സൈനിക മേഖലയിൽ നിന്നുള്ള സൂചന. തൊട്ടു പിന്നാലെയാണ് വിട്ടുകൊടുക്കാനായി തയ്യാറായത്. എന്തായിരുന്നാലും ഉക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ അവസാനിപ്പിച്ചതോടെ സെലൻസ്കിയുടെ മാപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും അധികം ലോകശ്രദ്ധ നേടിയിട്ടുള്ള മിസൈലുകളാണ് ഹിമാർസ് എന്ന് പറയുന്നത്. ഉക്രൈന് വേണ്ടി അമേരിക്ക കൊടുക്കുന്ന ഏറ്റവും നവീന ആയുധം, അങ്ങനെയാണിത് വലിയ വാർത്താ പ്രാധാന്യം നേടിയത്. ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലുകൾക്ക് 75 കിലോമീറ്റർ അപ്പുറത്തുള്ള ലക്ഷ്യങ്ങളെ പോലും ഭേദിക്കാനായി സാധിക്കും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ഇവ ലോഡ് ചെയ്യും. ഇതാണ് ഈ മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും വലിയ തോതിൽ പ്രഹരശേഷി നൽകുന്നത്. റഷ്യയുടെ ഡ്രോൺ സംവിധാനങ്ങളെ ഈ മിസൈൽ പല തവണയാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. മാക്വിയിൽ 89 റഷ്യൻ സൈനികരെ നരനായാട്ട് നടത്തിയത് ഈ മിസൈലിൻ്റെ കരുത്ത് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കുർസ്ക് മേഖലയിൽ റഷ്യൻ കോൺവോയ് നശിപ്പിച്ചതും ഈ മിസൈൽ തന്നെയായിരുന്നു. അങ്ങനെ അതീവ പ്രഹരശേഷിയുള്ള ഹിമാർസ് കിട്ടിയില്ലെങ്കിൽ ഉക്രൈൻ്റെ സ്ഥിതി ആകെ പരിങ്ങലാണെന്നുള്ള സൂചന നേരത്തെ തന്നെ സെലൻസ്കിക്ക് ലഭിച്ചിരുന്നു. പിറകെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സെലൻസ്കി രംഗത്ത് വന്നു. ശാശ്വതമായ സമാധാനത്തിന് ട്രംപിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് സെലൻസ്കി പറയുന്നത്. എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി കരാറിന് ആഗ്രഹിക്കുന്നുണ്ട്. ധാതുഖനന കരാർ ഏത് സമയത്തും ഒപ്പിടാൻ തയ്യാറാണെന്നാണ് സെലൻസ്കി പറയുന്നത്. ഉക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ അമേരിക്ക നിർത്തിവെച്ചപ്പോൾ മാപ്പ് പറച്ചിലുമായി സെലൻസ്കിക്ക് രംഗത്ത് വരേണ്ടി വന്നു. ഉക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന ആരുമില്ല എന്നാണ് സെലൻസ്കി പറയുന്നത്. സമാധാനത്തിനു വേണ്ടി ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ താനും അതുപോലെ തൻ്റെ സംഘവും എപ്പോഴും തയ്യാറാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടി വളരെ വേഗത്തിൽ സ്വീകരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തങ്ങളും നടത്തും. തടവുകാരുടെ മോചനവും ആകാശയുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കലുമൊക്കെ ആയിരിക്കണം ആദ്യഘട്ടത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ള ഒരു നിബന്ധനയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബോംബ്, മിസൈൽ, ദീർഘദൂര ഡ്രോണുകൾ എന്നിവയുടെ നിരോധനം, കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ തന്നെ റഷ്യ അവസാനിപ്പിക്കണം. എന്നാൽ ഉക്രൈനും അതുപോലെ തന്നെ ചെയ്യും. എന്തായിരുന്നാലും അമേരിക്കയുമായി സഹകരിച്ച് അമേരിക്ക പറയുന്നത് പോലെ അന്തിമമായ ഒരു യുദ്ധ കരാറിലേക്ക്, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുമെന്നാണ് സെലൻസ്കി പറയുന്നത്. ഉക്രൈൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്തി അമേരിക്ക ഇതുവരെ തങ്ങളെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി തങ്ങൾ മനസ്സിലാക്കുന്നു. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ജാവലിൻ മിസൈലുകൾ തന്നതൊക്കെ ഉക്രൈനിലുണ്ടായ മാറ്റങ്ങളെ, വളരെ പ്രകടമായ മാറ്റങ്ങളെയൊക്കെ ഓർത്തെടുത്താണ് പറയുന്നത്. അതിനുള്ള നന്ദിയും ഇതോടൊപ്പം തന്നെ പറയുന്നു. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച പ്രതീക്ഷ രീതിയിൽ അവസാനിച്ചില്ല. അതിൽ അതിയായ ഖേദമുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുക്കേണ്ട ഒരു സമയമായാണ്, അവസരമായാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇനിയും വരും കാലത്ത് സഹകരണവും ആശയവിനിമയവും ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം മാത്രമാണ് ഉക്രൈനുള്ളത്. വാഷിംഗ്ടണിൽ നിന്നും മടങ്ങിയത് ഒരു കരാറുമില്ലാതെ ആയിരുന്നു. അതുകൊണ്ട് ക്രിയാത്മകമായ
ഒരു സംഭാഷണത്തിൽ ഉക്രൈൻ ഇപ്പോഴും തയ്യാറാണെന്നാണ് സെലൻസ്കി പറയുന്നത്. ഉക്രൈൻ്റെ നിലപാട് കൂടി അമേരിക്ക കേൾക്കാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് ഇതോടൊപ്പം പറയുന്നത്. ധാതുക്കളുടെ സുരക്ഷ സംബന്ധിച്ച കരാർ ഏത് സമയത്തും ഏത് സൗകര്യപ്രദമായ രൂപത്തിലും ഒപ്പുവയ്ക്കാൻ ഉക്രൈൻ തയ്യാറാവുന്നു. കൂടുതൽ സുരക്ഷയിലേക്കും ശക്തമായ സുരക്ഷാ ഉറപ്പുകളിലേക്കുമുള്ള ചുവടുവയ്പ് ഒരു കാലെടുത്ത് വയ്പായി ഇതിനെ നോക്കിക്കാണുന്നു. ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയും എക്സ് പോസ്റ്റിൽ സെലൻസ്കി കുറിക്കുകയാണ്. കടുത്ത മറുപടി കഴിഞ്ഞ ദിവസം സെലൻസ്കിയുടെ നിലപാടിനെതിരെ ട്രംപ് നൽകിയിരുന്നു. വലിയ തോതിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അടക്കമുള്ള നടപടികളിലേക്ക്, സഹായങ്ങൾ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ അമേരിക്ക കടക്കുമെന്ന ഭയം ഉക്രൈനുണ്ട്, പ്രത്യേകിച്ച് സെലൻസ്കിക്കുണ്ട്. സമാധാനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ പങ്കാളികളും അതുപോലെ തന്നെ പ്രവർത്തിക്കണം. ആ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഉക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും നിർത്തിവെക്കുന്നത് താൽക്കാലികം മാത്രമാണ്. ഉക്രൈൻ തങ്ങളുടെ വഴിക്ക് വരുന്നതുവരെ മാത്രം. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ വളരെ അകലെയാണെന്ന് സെലൻസ്കി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇതുതന്നെയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. വളരെ വേഗത്തിലുള്ളൊരു കരാറിലേക്ക് കടക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അതിന് വിപരീതമായി ആര് ചിന്തിച്ചാലും ട്രംപിനത് ഇഷ്ടപ്പെടുകയില്ല, അനുവദിക്കുകയില്ല. സെലൻസ്കി ട്രംപ് ബന്ധം വഷളായിട്ട് പോലും അമേരിക്ക ഉക്രൈനുള്ള സഹായത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച ഏറെ കടുപ്പമേറിയതായിരുന്നു. ഉക്രൈനും അമേരിക്കയും തമ്മിലുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവയ്പായി ധാതു ഇടപാടിനെ ആദ്യം കണ്ടു. പക്ഷേ അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള പിരിമുറുക്കം അത് വർദ്ധിപ്പിച്ചു. വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൗസിൽ എത്തുമെന്നാണ് സെലൻസ്കി പറയുന്നത്. പക്ഷേ ഉക്രൈൻ്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടു നൽകുന്ന നിലപാടില്ല എന്ന് സെലൻസ്കി നേരത്തെ പറഞ്ഞതും ട്രംപിൻ്റെ നിലപാടിന് വിപരീതമായ ഒരു വിഷയം തന്നെയായിരുന്നു. നേരത്തെ വൈറ്റ് ഹൗസിൽ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പോരിലാണ് അവസാനിച്ചത്. പിന്നാലെയാണ് സെലൻസ്കി പ്രതികരണം നടത്തിയതും അത് വിവാദമായി മാറിയതും ശേഷം മാപ്പ് പറച്ചിലും ഏറ്റുപറച്ചിലുമായി രംഗത്ത് വന്നത്. അമേരിക്കയ്ക്കും ട്രംപിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് സെലൻസ്കി രംഗത്ത് വന്നത്. അമേരിക്ക നൽകിയ പിന്തുണയ്ക്കും സൈനിക സഹായത്തിനും നന്ദി പറഞ്ഞു. മാർച്ച് 1 വൈറ്റ് ഹൗസിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം ഈ ചർച്ചയ്ക്ക് എത്തിയിരുന്നു. നിശ്ചിതമായി തന്നെ ട്രംപിനെ വിമർശിച്ചിരുന്നു. തുടക്കത്തിൽ സമാധാനപരമായി തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. പിന്നീട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. റഷ്യയുമായുള്ള വെടിനിർത്തലിന് ഉക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. കൊലയാളി പുടിനുമായി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് സെലൻസ്കി മുഖം നോക്കാതെ മറുപടി പറഞ്ഞത്. പിന്നാലെയാണ് ഇരുവരും ശക്തമായ വാഗ്വാദങ്ങളിലേക്ക് കടന്നത്. അതേസമയം മറുഭാഗത്ത് കാനഡയ്ക്കെതിരായിട്ടുള്ള യുദ്ധം തന്നെയാണ് അമേരിക്ക കടുപ്പിക്കുന്നത്. അമിത ഇറക്കുമതി തീരുവ ചുമത്തുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് വ്യാപാര യുദ്ധമാണെന്നും അത് ഉന്നം വയ്ക്കുന്നത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയാണെന്നുമാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചിരിക്കുന്നത്. തീരുവ എത്രയും വേഗം ഇല്ലാതാക്കാൻ കാനഡ ശ്രമിക്കുന്നുവെന്നും ആ നടപടിയിലൂടെ ട്രംപ് എന്താണ് ആവശ്യപ്പെടുന്നതെന്നുള്ളത് തങ്ങൾക്ക് വ്യക്തമല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ നടപടികൾക്കെതിരെ കനത്ത തിരിച്ചടി കാനഡ നൽകുന്നുണ്ട്. അമേരിക്കൻ മദ്യം ഔട്ട്ലെറ്റുകളിൽ നിന്നടക്കം നീക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒന്റാരിയോ പ്രവിശ്യ അധികൃതർ നീങ്ങുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായിട്ടുള്ള കരാറും ഒന്റാരിയോ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. അമേരിക്കൻ കമ്പനികൾക്ക് നൽകിയ സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കാൻ നോവാസ്കോഷ്യ പ്രവിശ്യയും മറുഭാഗത്ത് തയ്യാറെടുപ്പ് നടത്തി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.